യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയുടെ 6-ാം ദിനത്തിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്നേ ദിനം നാം ചിന്തിക്കുന്ന വിഷയം ദൈവാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ഈ ഒരു വാക്യം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ വീഴ്ചകളിൽ, നമ്മുടെ പരാജയങ്ങളിൽ നമ്മെ സഹായിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പ്രസംഗം. വൈദിക വസ്ത്രം സ്വീകരിച്ചതിന് ശേഷം അൾത്താരയിൽ കയറി ആദ്യമായിട്ട് പ്രസംഗം നടത്തുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി ഭയമുണ്ടായി. ആദ്യമായിട്ട് ഒത്തിരി ജനങ്ങളെ ഫേസ് ചെയ്യുമ്പോഴുള്ള ഒരു ഭയം. ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നതും, ധൈര്യത്തോടെ വചനം പ്രസംഗിക്കാനായിട്ട് ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് കൃപ നൽകിയതും ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഭയപ്പാടുകളിൽ, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. ഈശോ പറയുകയാണ്, പിതാവ് നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും. പിതാവായ ദൈവം ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മുടെ സഹായത്തിന് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നമുക്ക് സ്വർഗം സഹായകനായിട്ട് തന്ന പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമ്മൾ എല്ലാ കാര്യങ്ങളിലും തേടാറുണ്ടോ? ഇന്നു മുതൽ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി ഈ സഹായകൻ്റെ പ്രത്യേകമായ സഹായത്തോടുകൂടി എല്ലാം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പെന്തക്കോസ്തായ്ക്കുള്ള ഏറ്റവും അടുത്ത ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവം വാഗ്ദാനമായി നൽകിയ ഈ സഹായകൻ്റെ ശക്തി നമുക്ക് തേടാം. പരിശുദ്ധാത്മാവിനോട് കൂടുതലായിട്ട് പ്രാർത്ഥിക്കാം.